നേരം കൊറേ ആയല്ലോ. ഈ പെണ്ണ് ഇതുവരെ എണീറ്റില്ലേ? പെണ്ണ് എന്നും പോകുമ്പോഴും നേരം വെക്കിങ്ങാണ്ടാണ്. ഒരു ദിവസം പെണ്ണും കുട്ടി നേരത്തെ ഇറങ്ങൂല. ഇങ്ങനെയാണ് ഈ പെണ്ണ് ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിന്ന. പോവാൻ മടി ഉണ്ടെന്നുണ്ടെങ്കില് അതാണെങ്കിൽ കുരു വന്നിക്കണേ. പാവം നല്ല ഉറക്കാണ്. മാലടണ്ട എല്ലപ്പോ ഇവിടുന്ന് കൊടുക്കുവാൻ. വല്ലാത്തൊരു കഷ്ടാണ് ഈ ഒരു പെൺകുട്ടിനെ കൊണ്ട്. ഇത് പഞ്ഞത്തിന് കിട്ടിയപ്പോഴേ ജോലിയും കൂലിയും ഒന്നും വേണ്ടാന്ന് വെച്ചായിരിക്കും. നൂറ എന്തിനാ നമ്മൾ ഇങ്ങനെ വിളിച്ചു കൂടത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് എവിടേക്ക് പോവാനാണ്? ഞാൻ ഇന്നലെ തല നനച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ തല നനക്കാന്ന് കരുതിയിട്ടൊന്ന് കുളിക്കാൻ കേറിയതേന്ന്. നിങ്ങളെ വിളി കേട്ടാ വിചാരിക്കും ഞാൻ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കാണ് എന്നുള്ളത്. എടി നേരെ എത്ര പോലായി. എനിക്ക് ബഷീറാക്കാർക്ക് പോവാനൊന്നും ഇല്ലേ? എനിക്ക് ഈ പണിക്ക് പോവാൻ വയ്യാന്നുണ്ടെങ്കിലേ പിന്നെ എനിക്ക് പഠിപ്പ് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിന്ന. എങ്ങനെയെങ്കിലും അത് പഠിപ്പണ്ട് മുഴുവനാക്കി കൂടായിന്ന. എന്റെ ഉമ്മ അവരിവിടെ ഇല്ല. ഞാനാന്നുണ്ടെങ്കിലേ ഇന്നലെ ഉമ്മാനോട് പറ്റ പറയാനും മറന്ന്. അവരവരെ മോളോർക്ക് പൊയ്ക്കാണ്. ഇക്കങ്ങനെ ജോലിക്ക് പോവാനേ ഒരു മടി ഇല്ല അമ്മ. അങ്ങനെ മടി ഉണ്ടായിരുന്നെങ്കിലേ ഈ നൂറ് രണ്ടും കൽപ്പിച്ചിങ്ങാണ്ട് പഠിപ്പൊക്കെ നിർത്തിങ്ങാണ്ട് ഈ കുടുംബം പോറ്റാൻ വേണ്ടിട്ടെ ആരാന്റെ എച്ചിൽ പാത്രം കേൾക്കാൻ പോകൂലായിരുന്നല്ലോ. ഇമ്മ ഒക്കെ അള്ളാന്റെ തീരുമാനല്ലേ. നോക്കിക്കോളി നിങ്ങള്. ഇപ്പൊ നമ്മള് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ കുറെ കഴിഞ്ഞുണ്ടെങ്കിലേ നമുക്ക് തീർച്ചയായിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. അതെന്തായാലും നമുക്ക് പടച്ചൻ തരാതിരിക്കൂല. അങ്ങനെ ഒരു സന്തോഷേ നമുക്ക് ഉണ്ടാവുന്നേ ഇക്ക് തോന്നണില്ല. എന്റെ കുട്ടി ഇപ്പൊ എന്തോരാണ് ഈ ഇടങ്ങറാവണത്. ഇന്റെ ആള് റിനുവിനെ കൊടുന്നതേ ഞാൻ അമ്മായിനോട് വിളിച്ച് പറഞ്ഞേന്നു. അമ്മായി എന്റെ ഫോണിൽ കൂടെ കൊന്നില്ലാന്ന് തന്നെ ഉള്ളു. ഇനി കേൾക്കാത്തതൊന്നും ഇല്ല എനിക്ക്. ഫോണിൽ കൂടെ പറഞ്ഞതിന്റെ ബാക്കി പറയാനായിട്ടേ ഇന്ന് ചിലപ്പം വരുണ്ടാവും. അമ്മായിന്റെ വർത്താനത്തിലേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇന്ന് വരുന്നുള്ളത്. രാവിലെ ആവട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തോരം പൊരിക്കലാണ് ഇന്നലെ ഫോണിൽ കൂടെ എന്നെ പൊരിച്ചതെന്ന് അറിയാം. കേൾക്കല്ലാതെ എന്താ മാറുക. ഞാൻ കൊറേ മുണ്ടാതിരുന്ന് എന്നിട്ട് മൂളിയാണ്ട് കേട്ട്. അല്ലാതെ ഇമ്മപ്പ എന്തെങ്കിലും ഓരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും വളഞ്ഞും തിരിഞ്ഞുങ്ങാണ്ടേ ഇമ്മാന്റെ മേത്തേക്ക് തന്നെ ആവും കുറ്റം. അല്ലെങ്കിലും ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നല്ലല്ലോ ഒരു ഇമ്മാനെ കുറ്റപ്പറിച്ചില്. ഇപ്പൊ ഞാൻ അധികം ഉണ്ടാവും. എന്നാ മടി ചാടിക്ക്. ആര് വന്നാലും വണ്ടിയില്ല, പോയാലും വണ്ടിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ റിനുവിനോട് ചൊറിഞ്ഞ വർത്താനം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഈ നൂറന്റെ വേറൊരു സ്വഭാവേ അമ്മായി കാണേണ്ടി വരും. റിനുവിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി. അത് കരുതിയിട്ട് റിനുവിനെ നമുക്ക് കൊല്ലാനൊന്നും പറ്റൂലല്ലോ. പറ്റുക? ഒരിക്കലും പറ്റൂല. അതിപ്പോ അമ്മായിന്റെ മോളാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് അമ്മായി തന്നെ ഇതുപോലൊക്കെ തന്നെ ചെയ്യുള്ളൂ. അവരാർക്ക് വരുമ്പോഴേ എല്ലാരും പഠിക്കുള്ളൂ. ഇമ്മപ്പേ നാത്തൂനോടൊന്ന് പറഞ്ഞു കൊടുത്താളെ നല്ലപോലെ വരിക പോവുക. റിനുവിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണുക. ആദ്യം എങ്ങനെയാണോ വന്നിന്ന് അതുപോലെ വന്ന് പോവുക. അല്ലാതെ ഇപ്പാന്റെ പേര് പറഞ്ഞിട്ടും റിനു കാരനാണ് ഇപ്പൊ മരിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ ചൊറിഞ്ഞ വർത്താനം പറയാൻ നിൽക്കരുത്. അങ്ങനത്തെ ഒരു വർത്താനം റിനുവിന്റെ തൊള്ളേന്ന് പോയി. അതിപ്പോ റിനുവിന് അറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അറിയുന്നുണ്ടെങ്കിലേ അവൾ അങ്ങനെ പറയുക. ദേഷ്യം വരുമ്പോഴേ നമ്മള് അങ്ങനെ പലതും പറയും. പക്ഷെ അത് കരുതിയിട്ടേ ഇപ്പൊ ഈ പണി ചെയ്യുന്നുള്ളതേ ആരും കരുതിയിട്ടില്ല. ഇമ്മ കരുതിയെന്നാ, ഞാൻ കരുതിയിട്ടില്ല, ആരും കരുതിയിട്ടില്ല. അവളും തന്നെ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാവും. പിന്നെ പ്രേമം തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ ഫോണിൽ തന്നെ ദിവസം കാണണല്ലേ, അതേപോലെ ഒരു തലക്ക് പിടിച്ചതാണ് ഇവൾക്കും. അപ്പൊ ഉമ്മമാരെ നാത്തൂനോടെ വരുമ്പോ പറഞ്ഞാടി ഈ ചൊറിഞ്ഞ വർത്താനൊന്നും പറയാൻ നിൽക്കരുത് എന്നുള്ളത്. പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലേ എന്റെ തനി സ്വരൂപേ അമ്മായി കാണും. പിന്നെ നൂറ് അങ്ങനെ പറഞ്ഞെന്നുള്ളേ പരാതി കൊണ്ട് നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല.
പഠിച്ചോനെ ഈ പെണ്ണിനിപ്പോ ഒരാളി പേടില്ലാതായ വന്നപ്പോ ഒരൊറ്റ നീനി പേടില്ലാതായിക്കണല്ലേ ഈ പെണ്ണിന്. എന്താ പറയണെന്ന് പോലും ഓൾക്ക് തന്നെ ഇപ്പൊ ഒരു ലൈസൻസ് ചെയ്യാതായിക്കണ്. ഇനി എന്തൊക്കെയാണ് ആ അമ്മായി മോളും കൂടി വന്നുണ്ടാവില്. എങ്ങനെ വന്നാലും പോയാലും മക്കളിപ്പോ എന്ത് പറഞ്ഞാലും കുറ്റം അപ്പോഴും ഈ തള്ളാർക്ക് തന്നെ ആവും. തള്ളാര് നോക്കല് പേര് പറ്റിയാണെന്ന്. അല്ലെങ്കിലും ഇപ്പൊ ഒരു പെണ്ണിനെ നോക്കിയത് പേര് പറ്റിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവനിപ്പോ ഉണ്ടാക്കിയേക്കല്. നൂറന് പറഞ്ഞിട്ടും കാര്യമില്ല. വന്നിട്ടുണ്ടെങ്കിൽ അമ്മട്ടം വർത്താനേ പറയുള്ളൂ. പിന്നെ ആർക്കായാലും നാവ് ചൊറിഞ്ഞു കീറും. ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഇമ്മ അടുക്കളയിലുണ്ട്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മക്ക് അങ്ങനത്തെ വക പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഉമ്മക്ക് പണി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇമ്മന്നെ എപ്പോഴും പണി എടുത്തുങ്ങാണ്ടാണ്. ഞാൻ ചെല്ലുമ്പോത്തിനെ ഇമ്മ അടുക്കളത്തെ ഒരുവിധം എല്ലാ പണിയും കഴിച്ചേക്കും. പിന്നെ ഇപ്പൊ എനിക്കെന്ത് പണിയുള്ളത്? ഉമ്മ പറയും ഇവിടെ അതിന് മാത്രമുള്ള പണിയൊന്നും ഇല്ല എന്നുള്ളത്. നൂറ ബഷീറാക്കാർക്ക് പോയി കാണും. ഇന്ന് രാവിലെ ഞാൻ അവളെ കണ്ടിട്ടില്ല. കുഞ്ഞോക്കാക്കും ഉമ്മാക്കും ഒക്കെ ഫസ്റ്റ് ടൈം കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിന്ന്. പിന്നെ പതുക്കെ അത് അങ്ങോട്ട് മാറി. അല്ലെങ്കിലും നൂറനോട് ഇനിയിപ്പോ ദേഷ്യം കാട്ടിയിട്ട് എന്ത് കാര്യമാണ്? വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. റിനുവിന് ആ അവസ്ഥയിലെ നൂറൊക്കെ ഇട്ടുകാണ്ട് പോരാനും പറ്റൂല. അത് ഏതൊരു ചോരക്കും പറ്റൂലല്ല. അതിനിപ്പോ നൂറിയും കാട്ടിയിട്ടുള്ളൂ. അതിനിപ്പോ നമ്മൾ പരാതി പറഞ്ഞിട്ടും പരിഭവം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഇമ്മുട്ടി ഡി ഇന്ന് പോയിട്ടില്ല? ഇല്ലടി. ആരാണ്? ഇമ്മയാണ്. ഇന്ന് സംസാരിച്ച ഡി പോവല്ലേ? ഇമ്മ ഞാൻ പിന്നെ വിളിക്കങ്ങക്ക്. ആയിക്കോട്ടെ. ഇന്ന് പോയിട്ടില്ലല്ലേ? ഞാനും കെത്തി രാവിലെ എന്നെ കാണാതായപ്പോളേ ഈ പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഉമ്മാനോട് ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നൂറ ബഷീറാക്കാർക്ക് പോയിക്കണെന്നുള്ളത്. അവരവിടെ ഇല്ലടി. അവരെ മകളോടക്ക് പോയിക്കാണ്. സൂറാത്തില്ലേ? ഇപ്പേ സൂറാത്ത് കുറച്ചൊക്കെ നടക്കും. ആദ്യത്തെ പോലെയല്ല. ആദ്യം വെച്ചിട്ടുണ്ടെങ്കിലേ സൂറാത്ത് തീരെ നടക്കൂലായിരുന്നു. കാലിന് നീരൊക്കെ വെച്ച് വീർത്ത് കെട്ടിയിട്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ കാല് പോലും നിലത്തൊക്കെ വെച്ചിരുന്നില്ല. പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് നടത്തിച്ചിട്ട് ഇപ്പൊ വാക്കർമേല് പിടിച്ചിങ്ങനെ നടക്കും. ഇപ്പൊ ആ വാക്കർ വെച്ചിട്ടാണ് മക്കളോടക്കൊക്കെ പോക്ക്. പിന്നെ അവരെ ഈ ഇടക്കുള്ളേ പോക്കും വരവാണ് ആകെ പ്രശ്നം. അവരെ വീടിന്റെ 4 ഭാഗമേ മരങ്ങളാണ്. അടിച്ചു മാറിയിട്ടേ മനുഷ്യന്റെ നടുവൊടിയും മോളെ. നാളെ ചെല്ലുമ്പോളെ ഇഷ്ടം പോലെ ചമ്മലുണ്ടാവും. ഒരു ദിവസം ആ മിറ്റടിച്ചോരില്ല എന്നുണ്ടെങ്കിൽ 4 പുറം ചമ്മലാവും. പിന്നെ ആൾ താമസമില്ലാത്ത വീട് പോലെയാണ് സൂറാത്താന്റെ വീട്. എന്തിനാണ് അവരിങ്ങനെ മരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്? അതാണെങ്കിൽ വലിയ വീടും എത്ര പോലെ ചമ്മലുണ്ട് എന്നറിയാം. ഒരുപാട് മിറ്റങ്ങളും ഉണ്ടല്ല. എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കിക്കൂടെ നൂറ? ഇത്ര കഷ്ടപ്പെട്ടുങ്ങാണ്ടേ ഇപ്പൊ ബഷീറാക്കാർക്ക് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക്? ഇതിപ്പോ അറിയാത്ത ജോലിയെ കഷ്ടപ്പെട്ട് ചെയ്യണ മാരിക്കാണ്. വല്ല ടെക്സ്റ്റൈൽസിലോ അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് നോക്കിക്കൂടെ എനിക്ക്? ആര് പറഞ്ഞ് ഇക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്? ഇക്ക് നല്ലോ ഇഷ്ടപ്പെട്ടിരിക്കണ് സൂറാത്തടുത്ത ജോലി. സൂറാത്താനെ നോക്കലും പെരയത്തെ ജോലിയും ഒക്കെ പാടായിട്ട് സൂറാത്ത് എനിക്ക് 1000 ഉറുപ്പിയാണ് ശമ്പളം തരുന്നത്. അതിന്റെ പുറമെ ഇടക്കും തലക്കുമായിട്ട് സൂറാത്തിയും ബഷീറാക്കിയെ 100, 200 ഒക്കെ ആയിട്ട് എനിക്ക് കൈമടക്ക് തരും ചെയ്യും. ഇങ്ങനൊരു ശമ്പളം എടി എവിടെ കിട്ടുക? എവിടെയും കിട്ടൂല. ടെക്സ്റ്റൈൽസിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കും വേണം. അതിനനുസരിച്ചുള്ള ശമ്പളവും ഇല്ല. ഇപ്പൊ നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെ ഒരുപാട് ചേച്ചിമാരും താത്തമാരും പോകണ്ടല്ല. അവരെന്നെ പറഞ്ഞേക്കാം വെറുതെയാണ് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോണതെന്ന്. അതിന് മാത്രമുള്ള ശമ്പളവും ഇല്ല. ഭക്ഷണം നമ്മൾ കൊണ്ടുപോകും വേണം. നല്ലോണം പണിയാണാലോ. വീട്ടു ജോലിക്ക് തന്നെ ഇപ്പത്തെ കാലത്തെ സ്വതവേ ശമ്പളം ഇല്ല. ഈ അടിച്ചൊരി തുടക്കാൻ പോണേനും പാത്രം മോറണേനും. പക്ഷെ ബഷീറാക്കാക്കും സൂറാത്താക്കും എന്തോ എന്നോടൊരു പ്രത്യേക ഒരു താല്പര്യമുള്ള പോലെ എനിക്ക് ഇടക്കും തോന്നലുണ്ട്. കാരണം ഇടക്കൊക്കെ അവരെല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കും. അപ്പൊ തന്നെ എനിക്ക് തോന്നും അവർക്ക് എന്നോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു താല്പര്യമുള്ള പോലെ.
അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരെ എനിക്ക് ഇത്രയും ശമ്പളം കൂട്ടി തരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീടിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വാടക വീട്ടിലല്ലേ, അങ്ങനൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ എന്തായാലേ എനിക്ക് അത്ര പെട്ടെന്നൊന്നേ ഈ ജോലി അങ്ങനെ ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റൂലടി. ആ ഒരു പെരുമാറ്റം നല്ല പെരുമാറ്റം. നൂറ, ഇതൊക്കെ ഇനി എൻ്റെ കുഞ്ഞോക്കാക്കാനോടുള്ള വാശിയാണോ? ഏയ് അല്ല, റിനുവിൻ്റെ ചികിത്സ നടക്കണം, പിന്നെ ഉമ്മാൻ്റെ ചികിത്സ നടക്കണം, പിന്നെ ഞമ്മക്കായിട്ടേ സ്വന്തമായിട്ടൊരു വീട് വേണം. അതിൻ്റെ വലിയ സ്വപ്നമാണ്. ഈ വാടക വീട്ടിൽ നിന്ന് അവരാർക്കിച്ചിട്ടൊരു വീട് വേണം. ഞാനക്കും കുഞ്ഞോനക്കേ ഇങ്ങളതായിട്ടുള്ള ജീവിതമില്ലേ, എന്നിപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ നിന്നാലേ ശരിയാവില്ലല്ലോ. അതൊക്കെ പോട്ടെ. റിനുവിൻ്റെ ഇന്നലെ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലേ, ആ റിപ്പോർട്ടാണിത്, നോക്ക് ജി. ഇങ്ങോട്ട് നോക്ക്. നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞേ ഒരുവിധം ടെസ്റ്റ് ചെയ്ത് അവസാനത്തെ ടെസ്റ്റാണിത്, ഈ സ്കാനിങ് എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങോട്ട് നോക്ക് ജി, ഇതില് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, ഇതില് ഒക്കെ നോർമലാണ്, ഒരു പ്രശ്നം അവൾക്ക് കാണാനില്ല ഈ സ്കാനിങ്ങിൽ. പിന്നെ എന്താടി അവൾക്ക് പ്രശ്നമോ? ഇനി നമ്മൾ അവൾക്ക് ചെയ്യാത്ത ടെസ്റ്റ് ഇല്ല, ഇതാണ് അവസാനത്തെ ടെസ്റ്റ്. പക്ഷെ എനിക്ക് അറിയണില്ല അവൾക്ക് എന്താ രോഗം എന്നുള്ളത്. അവളാണെങ്കിൽ ആരോടും മുണ്ടണില്ല, സംസാരിക്കണില്ല. അവളിപ്പോഴും ആ ഒരു ഹാലിലൊക്കെ എടുത്താൻ തന്നെയാണ്. അവൾക്ക് ഇനി കൊടുക്കാത്ത ഗുളികകളില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഏത് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടെങ്കിലും തലക്ക് സ്കാനിങ് എടുക്കാൻ പറയും. നമ്മൾ തലക്ക് സ്കാനിങ് എടുക്കും, പക്ഷെ അതിൽ നോർമലായിട്ട് വരുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാവുണ്ട്. അവൾക്ക് ഇനി മാറൂലാണ് അവലിത്. എടി, എന്നോട് ഡോക്ടർ പറഞ്ഞതേ ഈ മറന്നാ അല്ല, അറിയാൻ പാടിയ എന്നിട്ട് ചോദിക്കാം, ഈ എന്തിനിങ്ങനെ ടെൻഷൻ ആവണത്? എടി, നമ്മളെ റിനു ഇല്ലേ, ആ ചെക്കൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാവും പോയിട്ടുണ്ടാവുക. അല്ലാതെ വെറുതെ ഒന്നൊരു പെണ്ണൊരു ചെക്കൻ്റെ കൂടെ ഇറങ്ങി പോകില്ല. അത്രയും ഫോൺ വിളിയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചും റിനു അത്രയും അഡിക്റ്റ് ആയിട്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടാവുക. പിന്നെ നമ്മളപ്പാൻ്റെ മരണം ഒക്കെപ്പാടെ കേട്ടപ്പോളേ എല്ലാം കൂടി തകർന്നിട്ടുള്ളേ ആ ഷോക്കിലെ അവളെ മനസ്സ് പിടിവിട്ടതാണ്. എടി, പിന്നെ എന്തിനാണ് ഈ ടെസ്റ്റൊക്കെ? എടി പോത്തെ, എനിക്ക് ഇത്രക്ക് ബുദ്ധിയില്ലേ? എന്നോട് ഡോക്ടറൊക്കെ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മറന്ന. എടി, ആ ചെക്കനെ അടിച്ച അടിയിലേ അവളെ തലക്കോ അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിക്കണോന്നേ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതല്ലേ. എന്നോട് ഡോക്ടർ എന്താ പറഞ്ഞത്? നമ്മളെ റിനുവിന് എപ്പോൾ വേണമെങ്കിൽ ഓർമ്മ കിട്ടുന്നല്ലേ, അല്ലാതെ ഒരു ഡോക്ടർ വെറുതെ ടെസ്റ്റ് ചെയ്യോ? അവളെ തലൊക്കെ പിടിച്ചിങ്ങാണ്ട് ചുമരുമ്പോൾ കുത്തിയുന്നതല്ലേ. ആ ഒരു ഇതിലാണ് അവൾക്ക് ഇങ്ങനെ ഓർമ്മ ഇല്ലാതെ ഇരിക്കണത്. അതോ ഇനി ഷോക്കാണോ, മെൻ്റൽ പരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒക്കെപ്പാടൊരു ബോഡി ചെക്കപ്പും സ്കാനിങ്ങും അങ്ങനെയൊക്കെ പാടെ എടുത്തതല്ലേ. പക്ഷേ ഇമ്മൂട്ടിയ ഇക്കൊരു പേടി, റിനുവിന് ഇനി ഒരിക്കലും ഈ അസുഖം മാറൂലേ? എടി, റിനു ഇനി കാലാകാലം ഇങ്ങനെ തന്നെ ആവുമോ? അവളാണെങ്കിലോ ഇപ്പം ചെറിയ കുട്ടികളെ മാരിക്കാണ്. എന്നെ കണ്ടാൽ ഇത്രയും കാലം വിളിക്കാത്തൊരു പേരാണ് അവൾ വിളിക്കണത്, പാച്ചു പാച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പേരിനെ ആരും വിളിച്ചിട്ടില്ല. ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താ വെച്ചിട്ട് ഇക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പടം ആലോചിച്ചിട്ടേ ഒരു പേടി. ബെസ്റ്റ്. അവൾക്കും വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കണ്ട. എൻ്റെ അനിയത്തിയൊക്കെ തന്നെയാണ്, കാര്യം ശരിയാണ്. അവളെ അസുഖമൊക്കെ മാറിയാലേ അവളെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നാൽ മതി. അല്ലെങ്കിൽ പഴയ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ടി വരില്ല. ഞാൻ പറയാതെ തന്നെ എനിക്കറിയാലോ നമ്മളെ റിനുവിൻ്റെ സ്വഭാവം. ഇമ്മൂട്ടിയെ ഞാൻ ഉണ്ടല്ല ആരെടുത്തുന്നേ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഞാനങ്ങനെ ഒരു പ്രതീക്ഷയും വെക്കണില്ല. അങ്ങനെ പ്രതീക്ഷ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലേ ആ ഒരു പ്രതീക്ഷ തന്നെ ഉണ്ടാവുള്ളൂ.
പാവാണ്. പാവം ഇന്നാലെന്തോരം കഷ്ടപ്പെട്ട് നൂറ് ബുദ്ധിയാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് സ്വയം എന്റെ ജീവിതം നശിച്ച്. അതിലിപ്പോ കഷ്ടപ്പെട്ടതിന്റെ നൂറ് താത്തി അതിനെന്തോരം ദ്രോഹിച്ചിട്ട് ഞാൻ. ഇമ്മ നിങ്ങള് മാക്സ് എടുക്ക. എന്താ കരയേ? അവൾക്ക് കണ്ണീര് വരുമോ? അതഞ്ഞി അടുത്ത നാടക കണ്ണീരാണോ? അല്ല റീന, ഈ കരയാണ് അന്നമ്മ നൂർത്താത്ത കുഞ്ഞങ്കാക്ക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ? ഇന്ന ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചപ്പോ നൂർത്താത്ത എവിടെ? നൂറ് ബഷീറാക്കാർക്ക് പോയി. നന്നായ അഭിനയ ഇമ്മുട്ടിയ ഇനി നൂർത്താത്താനോട് ജോലിക്ക് പോണ്ടെന്ന് പറയണം ഞമ്മക്ക്. പിന്നെ ഇൻ്റാളെ വാക്കും കേട്ടിട്ടേ ഇന്റെ കുട്ടി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഇജി തീർക്കടി ഈ പേരത്തെ പട്ടിണി പറയടി. ഇമ്മ ഞാൻ നിർത്തടി. അന്റെ ഒരു ഇത്തസ്നാ ഇത്രയും കാലേ അന്റെ ഈ ഇത്തസ്നാന്ന് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ എവിടെയിന്ന്? അന്റെ കാരണല്ലടി ഇന്റെ കുട്ടീന്ന് ആരാണ്ട് പണിക്ക് പോയിക്കണത്. എന്നിട്ട് അവൾക്ക് പെട്ടെന്ന് ഒരു ഇത്തസ്നേഹം പൊട്ടി മുളച്ചിക്കണ്. എന്നിട്ട് ഉമ്മാന്റെ കുട്ടീന്റെ ഒരു പൊന്നാരം പറിച്ചിൽ ഇത്താനോട് ഇനി പണിക്ക് പോണ്ടെന്ന് പറയീന്ന്. എന്നിട്ട് ഇജ്ജ് നോക്കുവോളെ. ഈ കണ്ട കാലൊക്കെ അന്നെ നോക്കിയിട്ടേ അന്നെ ചികിത്സിച്ച് അന്റെ രോഗം മാറ്റിയിട്ട് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഉമ്മാന്റെ കുട്ടിക്ക് ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു സ്നേഹം മുളച്ചിക്കണത്. ഈ കുടുംബത്തിന് മൊത്തം നാണം കെടുത്തിട്ടോള്. എന്നിട്ട് അവളൊരു നൂറത്താത്താനോടൊരു സ്നേഹം കാട്ടല്. നൂറത്താത്തേ ഇമ്മാന്റെ കുട്ടിനെ കൊണ്ടേ അനുഭവിച്ചിടത്തോളം മതിയായിക്കണ്. ഇനി എന്റെ നൂറത്താത്തേ ഒന്നും അനുഭവിക്കാനില്ല. ഈ 10-20 വയസ്സിന്റെ ഉള്ളില് എന്റെ നൂറത്താത്ത എന്നെ കൊണ്ട് നല്ലോ അനുഭവിച്ച്, ഈ കുടുംബം നല്ലോ അനുഭവിച്ച്. ഇനി പിന്നെ കുട്ടിയെ ഓളോട് ഇത്ര സ്നേഹം കാട്ടണ്ട. ഇജ് കാട്ടിയോടത്തോളം മതിയായിക്കണ്. ഇമ്മ എന്താ ഇവിടെ പ്രശ്നോ? ഇത്ത ഞാൻ ഉമ്മാനോട് പറയായിരുന്നു, ഇമ്മ ഇങ്ങളതൊക്കെ വിടി, നമ്മളെ കഷ്ടകാലം ഉണ്ടല്ലോ അമ്മ, അതൊക്കെ മാറാൻ പോവാണ്. ഞമ്മക്കില്ലമ്മ കുറഞ്ഞ വിലക്കേ ഒരാളെ 5 സെന്റ് സ്ഥലം തരാന്ന് പറഞ്ഞ്. അല്ലടി എന്നോട് ആര് തരാന്നാ പറഞ്ഞത്? അതല്ല വല്ല പാടും വല്ലതാണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എത്രത്തോളം മണ്ണടിക്കണം അതിലെന്ന് അറിയോ? പിന്നെ ഇപ്പൊ പാടം തന്നെ ഇവിടെ വില കുറവിന് കിട്ടുള്ളൂ. പറമ്പൊന്നും ഇപ്പൊ ഇങ്ങനെ വില കുറവിന് കിട്ടൂലല്ലോ. ആര് തരാന്നാണ് പറഞ്ഞത്? അല്ലമ്മ, പറമ്പാണ്. ബഷീറാക്കാന്റെ ഒരു സ്നേഹിതനെ ഇന്ന് ബഷീറാക്കാനെ കാണാൻ വേണ്ടിട്ടേ അവിടെ വന്നേന്ന്. അപ്പൊ ഞാനിങ്ങനെ മിറ്റടിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഇത് എവിടുത്താണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേ വാടകപ്പെരയിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് 5 ലക്ഷത്തിന് 5 സെന്റ് സ്ഥലം തരാന്ന്. ലക്ഷം 5 ലക്ഷം കണ്ട എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞിട്ടാണല്ലോ. അല്ല നൂറ, ശരിയാണ് 5 ലക്ഷം കൊടുത്താൽ നമുക്ക് സ്ഥലം കിട്ടും. പക്ഷെ 5 ലക്ഷം വേണ്ടേ? എൻ്റെ അടുത്ത് അതിന് 5 ലക്ഷം ഒക്കെ ഉണ്ടാ?
അതൊക്കെ ഉണ്ട് മുട്ടിയെ. എവിടുന്ന നൂറാ അന്റെ അടുത്ത് ഇത്രയും തോനെ പൈസ?